നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷനുകളിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം തന്ത്രിയിലേക്കും നീങ്ങുന്നു എന്നാണ് പുതിയ വിലയിരുത്തൽ. ക്ഷേത്ര ശില്പകലാരൂപങ്ങളുടെ മോഷണവും കടത്തും നവംബർ 5 വന്ന ഇടക്കാല കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെ SITയെ കുഴക്കുന്ന സംശയങ്ങൾ ഉയർന്നു വരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രിക്ക് പങ്കുണ്ടോ? ഇതിന്റെ പൂർണ്ണ അർത്ഥം തേടിയുള്ള യാത്രയിലാണ് SIT. ലോകാരാധനായ ശബരിമല തന്ത്രി അറിഞ്ഞുകൊണ്ടും ദുരുദ്ദേശത്തോടു കൂടിയും ഇത്ര വലിയൊരു ദേവപാതകം ചെയ്യുമെന്ന് SIT കരുതുന്നില്ല. എന്നാൽ അത് അറിയാതെയാണെങ്കിലും തന്ത്രി ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് SIT സംശയിക്കുന്നത്. ഇങ്ങനെ സംശയിക്കുവാനുള്ള പല കാരണങ്ങളും SIT കണ്ടെത്തിയിരിക്കുന്നു. ദേവസ്വം മാന്യവരും കോടതിയുടെ നിർദ്ദേശവും ലംഘിച്ചുകൊണ്ടാണ് സ്വർണ്ണപ്പാളികളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുന്തോറും കൂടുതൽ സംശയങ്ങളിലേക്ക് നീങ്ങുകയാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ അയ്യപ്പന് അനേക ലക്ഷം അയ്യപ്പ ഭക്തന്മാർ കൈയും മെയ്യും മനസ്സും നിറഞ്ഞു സമർപ്പിക്കുന്ന കാണിക്കയുടെ സുരക്ഷിതത്തെ പറ്റിയുള്ള സംശയങ്ങളും അനുദിനം ബലപ്പെടുന്ന തെളിവുകളാണ് മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 1999 വിജയമല്യ സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ വാതിലിന്റെയും കട്ടിടകളിലെയും ദ്വാരപാലക ശില്പികളിലെയും സ്വർണം മറച്ചു വിറ്റുവെന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളുടെ സാന്നിധ്യം അടക്കം ഇത്തരം നിഗൂഢ ഇടപാടുകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കട്ടിടയിലെ പാളികളും ദ്വാരപാലക ശില്പപാളികളും തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രദർശനം തന്നെ ഇവ യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഈ സംഭവങ്ങളിൽ ചിലതിൽ തന്ത്രി ഒപ്പുചാർത്തുകയും ചിലതിന് മൗനാനുവാദം നൽകുകയും ചെയ്തിട്ടുമുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ തന്ത്രിക്ക് അധികാരമില്ലെങ്കിലും ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് ഇപ്പോഴും തന്ത്രിയുടേത് തന്നെയാണ്. ദേവസ്വം മന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും അതിനെ ഖണ്ഡിക്കുവാൻ അധികാരമില്ല. ഈ സാഹചര്യമാണ് SITയുടെ സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നത്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകുവാൻ നിയമപരമായി അനുവാദമില്ലെന്നതു മാത്രമല്ല, ആചാരപരമായും അത് കൊടിയ തെറ്റാണെന്ന് താന്ത്രിക വിദ്വാൻമാർ പലരും അഭിപ്രായപ്പെടുന്നു. അങ്ങനെ പുറത്തു കൊണ്ടുപോയി അശുദ്ധമാക്കപ്പെട്ട വസ്തുക്കൾക്ക് ശുദ്ധിക്രിയ ചെയ്തതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുവാനാകൂ എന്നാണ് ആചാര്യന്മാർ. ഇത് വെറും വസ്തുക്കളുമല്ല, അതും ഭഗവാന്റെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. ദേവസ്പർശവും ദേവചൈതന്യവും ഏറെയുള്ള ഈ വസ്തുക്കൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്ന കാലയളവിലല്ല കൊടുത്തുവിട്ടിരിക്കുന്നത്. പൂജാ കാലയളവിലാണ് ഇവ സ്വർണ്ണപ്പാളികളായി പൊളിച്ചുകൊണ്ട് പോയിരിക്കുന്നതും അവയിൽ സമൂല മാറ്റം വരുത്തി തിരികെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആചാരവിരുദ്ധമാണെന്നാണ് താന്ത്രിക വിദ്വാൻമാരിൽ പലരും ഉറപ്പിച്ചു പറയുന്നത്. ഇത് ആചാരവിരുദ്ധമാണെന്നുള്ള വിവരം ശബരിമല തന്ത്രിക്ക് അറിയില്ലാത്തതായിരിക്കാൻ ഇടയേയില്ല. ഏത് ചെറിയ കാര്യത്തിലും ദേവഹിതം നോക്കി മാത്രമേ ഇവിടെ പ്രവർത്തിക്കുവാറുള്ളൂ. എന്നാൽ ഇക്കാര്യത്തിൽ മാത്രം അത് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, തിരിച്ചു കൊണ്ടുവന്ന പാളുകൾക്ക് ശുദ്ധിക്രിയകൾ നടത്തിയതായും രേഖപ്പെടുത്തിയിട്ടില്ല. ഗുരുതരമായ ഈ ആചാര ലംഘനം എങ്ങനെ സംഭവിച്ചു? അത് തന്നെയാണ് തന്ത്രിയെ സംശയം നിർത്തുവാൻ SITയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തന്ത്രി സ്വമനസ്സോടെയാണോ ആചാര ലംഘനത്തിന് അനുമതി നൽകിയത്, അതോ ആരുടെയെങ്കിലും പ്രേരണ മൂലമാണോ? എങ്കിൽ പ്രേരണയ്ക്ക് പിന്നിൽ ആരാണ്? ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് തന്ത്രിക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. എന്നു മാത്രമല്ല, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രിക്കാണോ എന്നുള്ളതാണ് തന്ത്രിയിലേക്ക് SITയുടെ ദൃഷ്ടികൾ നീളുവാൻ ഇടയാക്കിയിരിക്കുന്നത്.